നമ്മുടെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എല്ലാം സെറ്റാവും. നമ്മുടെ അരിപ്പിനുള്ള സാധനങ്ങളാണ്. എളുപ്പത്തിന് ചിരണ്ടാനുള്ള മടികൾ കാരണം ഞങ്ങൾ കൊത്തി അരിഞ്ഞേക്കണെയാണ്. കൊത്തി അരിഞ്ഞ തേങ്ങ, കറിവേപ്പില, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി. ഇനി എന്തെങ്കിലും ഇടണോ? മഞ്ഞൾപ്പൊടിയാണോ? ഓക്കെ. ചക്കയുടെ കൂടെ ഇട്ട് ഉപ്പും ചക്കയുടെ കൂടെ. ഓക്കെ. ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. നന്നായി വേണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഒരു ചെറിയൊരു തിരുത്തല് ഒതുക്കിയെടുത്താൽ മതി. ഒതുക്കിയെടുത്തിട്ട് നമ്മൾ ഈ ചക്ക വേവിച്ച് കഴിയുമ്പോൾ ചക്ക വേവിക്കണോ? വേണ്ട. ഈ സംഭവം അരിപ്പ് ചക്കയുടെ പൊക്കത്തിടും. എന്നിട്ട് അടയ്ക്കുന്നു, മഞ്ഞൾപ്പൊടി ഇടുന്നു. അടയ്ക്കുന്നതിന് മുമ്പ് മഞ്ഞൾപ്പൊടി ഇടുന്നു, ഉപ്പിടുന്നു, അടയ്ക്കുന്നു. വെള്ളം വേണം? വെള്ളം ഇച്ചിരി, ഒരു തുള്ളി വെള്ളം ഒഴിക്കാം. അര ഗ്ലാസ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് വേവിക്കുന്നു. 2 വിസിൽ വേണം? ഓക്കെ. 1 വിസിലിന് ശേഷം നമുക്ക് ഓപ്പണാക്കി മിക്സ് ചെയ്ത് കുഴയ്ക്കാം. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും തേങ്ങ അരിച്ച ഇതെന്തെന്ന് പറയുന്നത് അരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് എന്നോട് ഇച്ചിരി വെള്ളം ഒഴിക്കണേ. ഇത് അര ഗ്ലാസ് തോന്നുന്നു. 1 ഗ്ലാസ് ഇട്ടോ, സാരല്ല, വേണ്ടേ? ഓക്കെ. അപ്പോൾ വെള്ളം ഒഴിച്ചു. അരിപ്പിൻ്റെ വെള്ളം കേട്ടോ. അത് അരിപ്പിൻ്റെ വെള്ളം, പ്രത്യേകിച്ച് പറയുന്നത് അരിപ്പിൻ്റെ വെള്ളമാണ്. ഫിംഗർ ക്യാപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വിളിച്ചില്ലാന്നോ? എന്നിട്ട് മിക്സി അടച്ച് മിക്സി അല്ലോ കുക്കർ അടച്ച് നമുക്ക് ഗ്യാസിൽ വെച്ച് 1 വിസിലടിപ്പിക്കാം. അന്നേരത്തിനും ഇത് റെഡി. ഓക്കെ. ചക്ക പുഴുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് മൂത്ത ഷെഫ് ചക്കപ്പുഴുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കി നോക്കാം. ഒരു തുള്ള് ചൂടാണ്. സൂപ്പർ.